അമ്മമാരെല്ലാം വന്ന് കൃത്യമായിട്ട് പറയും, മോനെ ഞാൻ ക്യാമറ എടുക്കുമ്പോ ഫാൻ ഓഫ് ആക്കുക, ഈ അടുക്കളയിൽ 2 ലൈറ്റ് എക്സ്ട്രാ വീഡിയോ എടുക്കുമ്പോ ഒരു ലൈറ്റ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, അമ്മ പോയിട്ട് കൃത്യമായിട്ട് ആ ഞങ്ങളത് ഇടാൻ പറഞ്ഞാലും അമ്മ വന്നിട്ട് ഇടും. അതുപോലെ തന്നെ ഞങ്ങൾ ഇടാൻ പറഞ്ഞാൽ ഓഫാക്കാൻ പറഞ്ഞാലും അമ്മ ഒന്ന് ഓഫാക്കിക്കോളും. കുട്ടികൾ പുറത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അമ്മ പോയി പറയും, അല്ലെങ്കിൽ അച്ഛൻ പോയി പറയും മിണ്ടാണ്ടിരിക്കുക അവര് വീഡിയോ എടുക്കുകയെന്ന് പറയും. 2013 വന്നിട്ട് പറഞ്ഞ് വീഡിയോ നമുക്കിങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കാം. അന്ന് ആരും ഇല്ല വീഡിയോസിലൊന്നും, അപ്പൊ പക്ഷെ ഒപ്പം അവിടെ നിന്നെല്ലാം കാണലുണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് കാണാറുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോ പവനായി ശവമായി ഇന്റർനെറ്റും ഇല്ല, ഒന്നുമില്ല. അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെയുള്ള സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്റെ താല്പര്യം കൂടുതൽ. എനിക്കിപ്പോഴും നമ്മുടെ കണ്ടന്റിലാണെങ്കിൽ അഭിനയിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാ. അവസാന ഘട്ടത്തിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയറി അഭിനയിക്കുന്നതാ. എല്ലാവരും അവർക്ക് ചോറ് കറി എല്ലാം. ഈ ഓൺലൈൻ മീഡിയാസോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോ നമ്മുടെ പിന്നാലെ വരാറോ ഇല്ല. ഞങ്ങൾ അത് ആലോചിച്ചിട്ട് വിഷമിക്കാറും ഇല്ല. അങ്ങനത്തെ വിഷമം ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഞങ്ങള് ചിലപ്പോ അവിടെ ഇരിക്കുന്ന സമയത്തില്ലേ കൊറേ ചേച്ചിമാരൊക്കെ അവിടെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ വന്നതായിരിക്കും. അവര് പോയി അപ്പുറത്ത് അവരോട് എടീ നിഖിയും സജീഷും ആ ഓപ്പേന്ന് വിളിക്കുന്നില്ലേ അവരാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കൂടി വരും. വണ്ടി എടുത്ത് എന്നിട്ടാണ് ഒരു ബൈക്ക് പുതിയ വണ്ടി വാങ്ങിച്ചത്. ജീവിതത്തിലെ ആദ്യത്തെ ഒരു പുതിയ ബൈക്കാണ് ഞങ്ങളുടെ. ഭയങ്കര അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലേ? അതെനിക്ക് തോന്നുന്നു ഇപ്പൊ വിഷ്ണു ബ്രോ പറഞ്ഞപ്പോ ഇല്ലേ, ഞാനും അത് എന്നെ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഞാൻ സ്വയം തന്നെ ആ സമയം കൊണ്ടൊന്ന് വിലയിരുത്തിയിരുന്നെ. ശരിക്കും ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക്. അതെ, അല്ലെങ്കിൽ ഇവരെ രണ്ടാളെയും കാര്യത്തില് എന്നെക്കാട്ടി കൂടുതൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കാനിരുത്തും. അങ്ങനെയുള്ള ബാക്കി ഇന്ദ്രുട്ടന്റെ സിനിമേന്റെതായാലും പിന്നെ ദുർഗേന്റെ പാട്ടിന്റേതായാലും അച്ഛൻ അല്ലെങ്കിൽ ഒപ്പ കൊണ്ടുപോകും പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ വകയുള്ള കാര്യത്തിന് ഡ്രസ്സ് പോലും ദുർഗക്ക് ഈ പ്രായത്തിലുള്ള കുട്ടിയൊക്കെ അമ്മമാരല്ലേ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറ്. പക്ഷെ ഞാൻ എടുത്തുകൊണ്ടിരുന്ന ഡ്രസ്സ് ചിലപ്പോ ഇവർക്ക് ഇഷ്ടാവൂല. ഞാൻ പറയും നിങ്ങൾ അച്ഛനും മക്കളും എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ കാര്യത്തിൽ ഇടണ്ട. ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കും. ഞാൻ ഇടുന്ന ഡ്രസ്സുകളെല്ലാം വീഡിയോയിലുള്ളവർ പറയും നിക്ക് ചേച്ചി ഇടുന്ന ഡ്രസ്സ് അടിപൊളി എന്ന് പറയണ്ട. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുള്ളൂ, ഡ്രസ്സൊന്നും ഞാൻ എടുക്കൂല. നിങ്ങൾ അച്ഛനും മക്കളും എന്താന്ന് വെച്ചാൽ എടുത്തു. അത് മക്കളെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഒപ്പം എന്നാ നോക്കല്. ഷൂട്ടിന് പോകുമ്പോഴും അവർക്ക് അത് കൊടുക്കുക. ഞാൻ എവിടെയെങ്കിലും ഫോണിൽ നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഓപ്പോയിന്റ് പറയും ചെക്കൻ അത് കൊടുത്താ, ചെക്കൻ്റെ മുഖം അങ്ങനെ ആയിട്ടടാ, ചെക്കന് മുഖം കഴുകിച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒപ്പം എന്നെ ശ്രദ്ധിക്കല്. പിന്നെ ഷൂട്ടിന് പോയാലും ഇന്ദ്രു ഷൂട്ടിൻ്റെ അവിടെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇറങ്ങാണ്ടിരിക്കും, കാറിലോ വണ്ടിയിലോ ഞാൻ എവിടെയെങ്കിലും ഇരുന്നാലും അവൻ ഷൂട്ട് ചെയ്യായിരിക്കുമല്ലോ. പക്ഷെ ഓപ്പ അവിടെ അവന്റെ അടുത്ത് തന്നെ കുറച്ച് ഇപ്പുറമായിട്ട് തന്നെ മാറി നിൽക്കും. ഞാൻ അങ്ങനെ പോകാറില്ല. ഒപ്പ ആ കാര്യത്തിലെല്ലാം ഭയങ്കര ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതെന്തിനും ഇങ്ങനെയല്ല ഇങ്ങനെയാ സംഭവം. എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളിൽ സിനിമ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടാ. എനിക്ക് ഞാൻ സത്യം പറയാം ബ്രോ, നമ്മള് വേറെ ഇന്റർവ്യൂല് അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ബ്രോ പറഞ്ഞതുപോലെ ഇല്ലേ, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ അവരിങ്ങനെ നടത്തുന്നു എന്നുള്ളതല്ല, അവരുടെ ഇഷ്ടം കൂടി നോക്കിയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ രക്ഷിതാക്കളും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കലാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടുമിക്ക നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ 90s കിഡ്സ് ഒക്കെ ആണല്ലോ ഇപ്പൊ എല്ലാവരും അച്ഛന്മാരൊക്കെ അങ്കിൾമാരൊക്കെ അയക്കണത്. അപ്പൊ അതിന്റെ ഒരു മാറ്റം മൊത്തത്തിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പഴയ രക്ഷിതാക്കൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മളെ അതുപോലെ നോക്കി വളർത്തിയോണ്ടാണ് നമ്മൾ ഇന്ന് സത്യം പറഞ്ഞ ഈ നിലയിലേക്ക് എത്തിയത്. അപ്പൊ എല്ലാവരും എല്ലാ കാലഘട്ടത്തിലും അവരവരുടെ മക്കളെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ കാലത്തെ സാമ്പത്തിക സ്ഥിതി ഓരോ ആളുകളുടെ സാമ്പത്തിക എല്ലാം അനുസരിച്ചിട്ടാണ്. പക്ഷെ ഇവരുടെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ദ്രുവിന് ഈ ഒരു അഭിനയിക്കാനുള്ള ഒരു താല്പര്യം കാണുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി പരമാവധി ഏതറ്റം വരെ പോകാൻ പറയില്ല, നമ്മുടെ ഏതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ പോലെ അതുപോലെ അതിനു വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞാനും വൈഫും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് ഈ 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിന് ദൈവത്തിനോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. പക്ഷെ ആ ഒരു ഇമ്പോർട്ടന്റ് തന്നെ അല്ലെങ്കിൽ അതിലൊരു വീഡിയോ ഇടുന്നതിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടന്റിനും മേലെയാണ് ഇപ്പോ ഇന്ദ്രുവിന് ഞങ്ങൾ ഈ സിനിമക്ക് വേണ്ടി കൊടുത്തോണ്ടിരിക്കുന്ന എഫേർട്ട്. കാരണം അത്ര നമ്മുടെ വീഡിയോസിൽ വരുന്ന ഡെയിലി വീഡിയോസുകളൊക്കെ കുറച്ചിട്ട് വരെ ഞങ്ങൾ ഇതിന്റെ പുറകെ പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും ചോദിക്കും സ്കിറ്റുകൾ എവിടെ, കണ്ടന്റ് വീഡിയോസ് എവിടെ, അമ്മായിയമ്മയും ഇങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടിയില്ല അറിയും
എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും സിനിമേന്റെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിളിച്ചാൽ അച്ഛൻ എന്തിലാ പോകുന്നറിയാം, സിനിമേന്റെ പോകും. അറിയാം അത് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, നമുക്ക് സിനിമ ചെയ്തിട്ട് അത് ചെയ്യാം. അങ്ങനെയായിരിക്കും അച്ഛൻ ഇത് ഫുള്ള് സിനിമയിലാന്ന് വേണ്ടി. ഇതൊക്കെ വലിയ അപ്രീസിയേഷൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടും ഇവൻ 10 ദിവസമായാലും 15 ദിവസമായാലും എല്ലാത്തിനും സിനിമക്ക് വേണ്ടി. പിന്നെ ഞങ്ങൾ ഒരു ഫാമിലി പാക്ക് ആയിരിക്കും, ഞാനും മോളും എല്ലാരും. അതുകൊണ്ട് സിനിമ ചെല്ലുമ്പോ അവരും പറയും, അവര് വന്നു കഴിഞ്ഞാ ഒരാളാ ഈ ചെറുതിന് ചാൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിനിമാക്കാർക്ക് ഭക്ഷണം കൊടുത്ത അച്ഛനും അമ്മയും മക്കളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി പാക്ക് ആയിട്ട് അങ്ങ് ചെന്ന് കയറി കൊടുക്കും. 4-in-1 ആയിട്ടാണ് ഫാമിലി പാക്ക് ഇങ്ങനെ പറയുന്നില്ല. ഫാമിലി പാക്ക് 6 പാക്ക് എനിക്ക് അറിയാം. ഫാമിലി പാക്ക് ആദ്യമായിട്ട് കേൾക്കണല്ലേ? 6 പാക്ക് അറിയാലോ. അത്രേ ഉള്ളൂ. ഈ വീട്ടിലെ എല്ലാവർക്കും തന്നെ ക്യാമറയെ പറ്റി അറിയാം, ലെൻസിങ് അറിയാം, കണ്ടിന്യൂറ്റി അറിയാം, ഏത് ഷോട്ട് എന്നറിയാം. ഇപ്പൊ ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലൻസ് കയറും, അത് ട്രീറ്റ് ചെയ്യണം എന്നറിയാം. അതായത് ഡിജിറ്റലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫിലിം മേക്കിംഗ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും. ഇത് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മള് പിന്നെയും വിടും, നമ്മള് പിന്നെയും ഈ ഒരു ഇതൊക്കെ ആയിട്ട് നടക്കണം വിചാരിക്കും. അമ്മമാരെല്ലാം വന്ന് കൃത്യമായിട്ട് പറയും, മോനെ ഞാൻ ക്യാമറ എടുക്കുമ്പോ ഫാൻ ഓഫ് ആക്കുക, ഈ അടുക്കളയിൽ 2 ലൈറ്റ് എക്സ്ട്രാ, വീഡിയോ എടുക്കുമ്പോ ഒരു ലൈറ്റ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, അമ്മ പോയിട്ട് കൃത്യമായിട്ട് ആ ലൈറ്റ് ഞങ്ങളിടാൻ പറഞ്ഞാലും അമ്മ വന്നിട്ടിടും. അതുപോലെ തന്നെ ഞങ്ങൾ ഇടാൻ പറഞ്ഞാൽ ഓഫാക്കാൻ പറഞ്ഞാലും അമ്മ ഒന്ന് ഓഫാക്കിക്കോളും. അപ്പൊ കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ നേരത്തെ അമ്മ വന്നിട്ട് ലൈറ്റ് ഓൺ ആക്കുക, ലൈറ്റ് അതൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ചെയ്യും. അപ്പൊ നമ്മളെ വിട് അമ്മമാര് ചെയ്യും. കുട്ടികൾ പുറത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അമ്മ പോയി പറയും, അല്ലെങ്കിൽ അച്ഛൻ പോയി പറയും, മിണ്ടാണ്ടിരിക്കുക അവര് വീഡിയോ എടുക്കുന്നു അറിയും. അപ്പൊ അങ്ങനെ എല്ലാരും ഓക്കെയാണ്. നമ്മളൊരു ക്യാമറ ആയിട്ട് ഇവിടെ ഓണായ അച്ഛനെ ഏതെങ്കിലും പുറത്തു പോയിട്ട് കാര്യങ്ങൾ നോക്കും, സൈലൻസ് ഒക്കെ നോക്കും. അല്ലെങ്കിൽ അച്ഛൻ ചിലപ്പോ ഇവിടെ സോഫമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛന് മനസ്സിലായി ഇവിടെ നിന്നാണ് ഷോട്ട് എടുക്കുന്നത് മനസ്സിലായി, അച്ഛൻ വേഗം അകത്ത് പോയി കിടന്നോളും, പറയണ്ട. അവിടെ എല്ലാവരും കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിഷ്ണു ചേട്ടോ ചേട്ടോ പേര് പറഞ്ഞു അച്ഛൻ വീഡിയോ എടുക്കുമ്പോല്ലേ നമ്മൾ അവിടുന്ന് ഫുട്ബോൾ കളിക്കുമ്പോ അച്ഛൻ പറയും, വോയിസ് ഓവർ അറ്റൻഡ് ചെയ്യുമ്പോ അച്ഛൻ പറയും മിണ്ടാണ്ടിക്ക് മക്കളേന്ന്. പിന്നെയും നമ്മളങ്ങാണ്ട് നിന്നിട്ട് മിണ്ടാണ്ടിക്കുന്ന മക്കളേന്ന്. അപ്പൊ അച്ഛൻ പറയും നിങ്ങളോടല്ലേ പറഞ്ഞ മുണ്ടാണ്ടിക്കുന്നത്, മുണ്ടാണ്ട് ലാസ്റ്റ് ചിരിച്ചിട്ട് അങ്ങോട്ട് പോകും. പുള്ളി തന്നെ ഈ പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടറുടെ എല്ലാ ജോലിയും ചെയ്യൂലേ, കണ്ടിന്യൂറ്റി നോക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാരും ഒരു ഏടിയാണ്, അമ്മ ഒരു ഏടിയാണ്, അച്ഛനൊരു ഏടിയാണ്. എല്ലാവരും കുട്ടികളാണെങ്കിലും ആ കാര്യത്തിനൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പൊ അവര് കളിക്കുന്ന പ്രായമല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കളിച്ചോണ്ടിരിക്കുമ്പോ മക്കളെ ഒന്ന് ശബ്ദം കുറക്കണം അല്ലെങ്കിൽ സൈലൻസ് ആവണേന്ന് പറഞ്ഞാൽ അവര് അത് കഴിയുന്നവരെ സൈലൻസ് ആയിരുന്നോളും. ഞാൻ പറഞ്ഞില്ല, എനിക്കോണം ആ സമയം തൊട്ട് അവർ ഇത് തന്നെയാണ് കണ്ടുവരുന്നതല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗുണമായിരിക്കാം. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ക്യാമറയുടെ മുമ്പിൽ പോയി കഴിയുമ്പോ ആ ഒരു ഭയം ഇല്ലാണ്ട് അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ആ ഡിജിറ്റലി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഡ്യൂക്കേഷൻ വൈസ് ഇവർ ഒരുപാട് മുമ്പിലാണല്ലോ. ഇപ്പൊ പ്രൊഡക്റ്റിന്റെ ഷൂട്ട് എന്നൊക്കെ പറയാനറിയാം, അതായത് കണ്ടിന്യൂറ്റി എന്ന് പറയാനറിയാം, ഫ്രെയിം ഔട്ട്, ആക്സിസ് ഒക്കെ പറയാനറിയാം. അതായത് നമ്മളൊക്കെ വെച്ചിട്ട് ഒരുപാട് അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇവര്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇവര് സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാ ജനറേഷനും അങ്ങനെയാണല്ലോ, അപ്ഡേറ്റ് അല്ലേ വന്നോണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇത്ര ചെറുപ്പത്തിൽ ഇതിനെ പറ്റിയൊക്കെ നോളജ് കിട്ടുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവര് എന്തായിരിക്കും, നമ്മളൊക്കെ പിന്നെയും ഇത് ഒരു കാലഘട്ടത്തിൽ നിന്ന് പഠിച്ചു വന്നതല്ലേ, ഇവര് ജനിച്ചപ്പോഴും ഇത് കണ്ടുവരെയല്ലേ. അതിന്റെ ഡിഫറൻസ് ഇവർക്ക് ശരിക്കുണ്ട്. എല്ലാ കാര്യത്തിലും ഇവര് കുറച്ച് മുന്നിലാ. ഞാനൊരു 6 വർഷം പിറകിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ പുറത്തൊരു ജിക്സർ തൂത്ത് തുടച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഫസ്റ്റ് വീഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഷൂട്ട് ചെയ്യുന്ന ദിവസം എവിടെയുണ്ടോ? ഞാനാ ക്യാമറ എടുത്തു കൊടുത്തേ അന്ന്. അന്ന് എന്തായിരുന്നു മനസ്സിൽ പ്രതീക്ഷ? അന്നിപ്പോ യൂട്യൂബ് എന്ന് പറയുന്ന കാര്യം ആളുകൾ അങ്ങനെ പോയി കാണുന്ന ഒരു സമയമോ ഒന്നുമല്ല 6 വർഷം മുമ്പ് എന്റെ അറിവിൽ. ജിയോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഡാറ്റ ഭയങ്കര ജനകീയമായിട്ടില്ല. അന്നത് ആര് കാണും, ഇതിന്റെ ഓഡിയൻസ് എന്താ, അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നോ? ആര് കാണും അതൊന്നും അറിയില്ല. 2013 ഞങ്ങളെ കല്യാണം കഴിയുന്നത്. ആ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഗൾഫിൽ അന്ന് ഇന്റർനെറ്റ് എല്ലാം അവൈലബിൾ ആണല്ലോ, ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ 100 MB കയറ്റി അങ്ങനെ സ്ക്രാച്ച് ചെയ്ത് ഉരച്ചിട്ടല്ല അതല്ലേ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഇന്റർനെറ്റില് വീഡിയോസ് എല്ലാം കാണാറുണ്ട്, യൂട്യൂബും എല്ലാം കാണാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് ക്യാമറ, പ്രിന്റർ, ലാപ്ടോപ്പ്, എഡിറ്റിങ്ങിന് വേണ്ടി ലാപ്ടോപ്പ് എല്ലാം കൊണ്ടാണ് 2013 വരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. 13 വർഷം മുമ്പ് 2013 വന്നിട്ട് പറഞ്ഞ് വീഡിയോ നമുക്കിങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കാം. അന്ന് ആരുമില്ല വീഡിയോസിലൊന്നും. അപ്പൊ പക്ഷെ
ഓപ്പ അവിടെ നിന്നെല്ലാം കാണലുണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് കാണാറുണ്ട്. അന്നേരം എന്നിട്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോ പവനായി ശവമായി ഇന്റർനെറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അതെല്ലാം അവിടെ കെട്ടിപ്പുട്ടി വെച്ച് ഞങ്ങളെ കല്യാണം എല്ലാം കഴിഞ്ഞ് മോളെല്ലാം ആയി. അതിനുശേഷം പിന്നെ ഷോപ്പ് കാര്യങ്ങൾ, ഗൾഫിൽ പോയില്ല, ഷോപ്പ് കാര്യങ്ങളെല്ലാം തുടങ്ങി. അന്നേരം ജിക്സർ വാങ്ങിച്ചത്. അന്നേരം ഈ വണ്ടീന്റെ ഈ പുതിയ വണ്ടി വാങ്ങിച്ചതിന്റെ റിവ്യൂ ഞങ്ങക്ക് അന്നേരം ഓപ്പ തന്നെ ഇങ്ങനെ വണ്ടി എന്നിട്ടാണ് ഒരു ബൈക്ക് പുതിയ വണ്ടി വാങ്ങിച്ചത്. ജീവിതത്തിലെ ആദ്യത്തെ ഒരു പുതിയ ബൈക്കാണ് ഞങ്ങളുടേത്. പുതിയ ബൈക്ക് എന്നല്ല, പുതിയൊരു വണ്ടി, സാധനം. നമ്മൾ പുതിയൊരു സാധനം എന്ന് പറയാം. കാരണം അതെടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ, അല്ലേ? അത്രയും ഒരു ചിന്തിച്ച് അവസാനം ഇല്ല ഇനി ഒരു പുതിയ വണ്ടിയെ മതിയാവുന്ന വെച്ചിട്ട്. കാരണം സെക്കൻഡ് ഹാൻഡ് അത്രയും പണി തന്ന് പണിയെടുക്കും വർക്ക്ഷോപ്പില് പണി ഡെയിലി ഷോപ്പിലെല്ലാം പോകുമ്പോ വണ്ടി എടുത്തിട്ട് തന്നെയാണല്ലോ പോക്ക്. ഓരോ പ്രാവശ്യം ചെയിൻ ലോസ് ആകലും മറ്റേത് ഓയിൽ ലീക്കും എല്ലാം അറിയാം, വണ്ടീന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അമ്മയായാലും പറയും, ഞാൻ പിന്നെയും പറഞ്ഞിട്ടില്ല. അമ്മ പറയും മോനെ ഒരു പുതിയ വണ്ടി എടുക്ക്, അച്ഛനും പറയും മോനെ ഒരു പുതിയ വണ്ടി എടുക്ക്. ഇല്ല വണ്ടി എടുക്കൂല, പുതിയത് വേണ്ട. പുതിയ വണ്ടി എടുക്കുമ്പോ ഒരുപാട് പൈസ അടവ് കാര്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ. ഈ അവസാനം പറ്റൂല, പുതിയത് എടുക്കാന്ന് തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് ജിക്സർ. അപ്പൊ എന്നിട്ട് എന്നോട് ഫസ്റ്റ് വണ്ടി കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഇതിന്റെ ജിക്സറിന്റെ ഒന്നും റിവ്യൂ ഒന്നും ഇതിന്റെ യൂട്യൂബ് അന്നേരം കുറച്ച് യൂട്യൂബെല്ലാം ഇങ്ങനെ ചെറിയ രീതിയിലായി തുടങ്ങി. അപ്പൊ പറഞ്ഞു ജിക്സറിന്റെ ഒന്നും റിവ്യൂ ഒന്നും ഇതിലൊന്നും ഇല്ല, യൂട്യൂബിലൊന്നും ഇല്ല. ഞാൻ അതിന്റെ റിവ്യൂ പറഞ്ഞിടാം. യൂട്യൂബ് ഇങ്ങനെ പേയ്മെന്റ് എല്ലാം കിട്ടും, യൂട്യൂബിന്ന് പേയ്മെന്റാ അറിവില്ല എനിക്ക്. പിന്നെ കുറെ സബ്സ്ക്രൈബേഴ്സും വ്യൂ എല്ലാം കിട്ടിയാൽ നമുക്ക് പൈസ എല്ലാം കിട്ടും. പൈസ ഞാൻ മനസ്സിലായി, പൈസയൊന്നും വേണ്ട, കിട്ടുമൊന്നില്ല, നമുക്കറിയില്ലല്ലോ, കിട്ടൂല. വേണമെങ്കിൽ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആംഗിൾ എന്നോട് കാണിച്ചിട്ട് ഇവിടെ നിന്ന് എടുക്ക്. അച്ഛനുണ്ടായില്ല, അല്ലെങ്കിൽ അച്ഛൻ എടുത്തു കൊടുക്കായിരുന്നു. അച്ഛൻ അന്ന് പണിക്കാറ്റം പോയതുകൊണ്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചു. എന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ നിന്ന് പറയുമ്പോ അതെടുക്ക്, ഇപ്പുറം നിന്ന് എടുക്ക്. അങ്ങനെ ഞാൻ എടുത്തു കൊടുത്ത് ആ വീഡിയോ ആണ് ഇട്ടത്. പിന്നെ അങ്ങോട്ട് പിന്നെ കുറെ വണ്ടികൾ ഇങ്ങനെ ആൾക്കാരോട്. ചാനലിന്റെ പേര് അതായിരുന്നു. ചാനലിന്റെ പേര് തന്നെ ഇൻഫോ കാർസ് ആൻഡ് ബൈക്സ് എന്നായിരുന്നു. അതായത് കാറിനെ ബൈക്കിനെയും പറ്റില്ല ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ചാനൽ. അതായിരുന്നു അങ്ങനത്തെ പേരിട്ട, ഇൻഫോ കാർസ് ആൻഡ് ബൈക്സ്. എല്ലാവർക്കും സ്വാഗതം എന്നും പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ. അപ്പൊ ഇപ്പോഴുണ്ട് ഈ ചാനലിൽ തന്നെ പഴയ വീഡിയോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്നും നമുക്ക് ഒരു റീച്ചിന് ഒന്നും ആയില്ല, അത് പ്രതീക്ഷിച്ച പോലെ. എന്നാലും കുറച്ചൊരു ഇത്. പിന്നെ ആ ഒരു രീതിയിലാണ് ഇവളെ ഒരു സ്കൂട്ടി, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള്, സ്കൂട്ടി ഓടിക്കാൻ. അപ്പൊ ആ സംഭവങ്ങളിലൊക്കെയാണ് പിന്നെയും കുറച്ച് റീച്ചായി അങ്ങനെ വന്നു തുടങ്ങി. പക്ഷെ ഞാൻ സത്യമായിട്ടും ഈ വ്ളോഗ്സ് ഫോർ യുവിനെ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്റെ അമ്മ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയൊക്കെ ചെയ്തൊരു സന്ദർഭമാണ്. അതായത് മറ്റേ ഇവര് അടയുണ്ടാക്കുകയും അൽഫാം മേടിക്കുകയും ചെയ്ത, അതൊരു ഭയങ്കര ഇന്റർനാഷണലി അത് പല ഭാഷയിലുള്ള ആളുകളൊക്കെ അത് കണ്ട്, അതായത് ഇന്ത്യക്കാരല്ല അതിന് കമന്റ് ചെയ്യുന്ന, വേറെ ഭാഷയിലുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ട് ഇപ്പൊ ഏതൊക്കെയോ സ്പാനിഷ് ലാംഗ്വേജിലൊക്കെ ആളുകൾ അതിന് കമന്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമായി പോയി. അത് ശരിക്ക് ഞങ്ങള് നടന്ന സംഭവം തന്നെയാണ്. ഒരു ദിവസം ഞാൻ വീട്ടില് എന്തോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നോ ഇപ്പൊ ഷോപ്പ് കഴിഞ്ഞ് വന്നപ്പോ എന്തോ ഫുഡ് വാങ്ങിക്കൊണ്ടു. അന്ന് അത് ഇമോഷൻ ആയിരുന്നില്ല, ഒരു പൊട്ടിത്തെറിയായിരുന്നു. പക്ഷെ ഞങ്ങളത് ഇമോഷനായി. ഇവിടെ അടയാക്കി വെച്ചതല്ലേ, ഇതായിരുന്നു തിന്ന് തീർക്കും, അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എടുത്തത് ഇമോഷണലി എടുത്ത്. അതായത് ഭയങ്കര വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിൽ കണ്ടന്റ് ഉണ്ട്, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു പോയിന്റ്. നമ്മളത് ഞാൻ പറഞ്ഞില്ലേ എല്ലാം അങ്ങനെ വഴക്കുണ്ടായിട്ടല്ല, പക്ഷെ എന്നാ അങ്ങനെ ഉള്ളതുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ അതിരുകളൊക്കെ വിട്ട് കടന്നുപോയ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഒരു ചട്ടിയും കലം എടുത്ത്. അത് ഇവരെ എന്റെ അമ്മനെയും നികിനെയും കണ്ട അപ്പൊ എല്ലാരും പറയുന്ന ഒരു സാധനം, കലം പൊട്ടിക്കുന്നില്ലേ നിങ്ങൾ എന്ന് ചോദിക്കും. ഒരുപാട് പേര് അത് കുക്കറിന്റെ പ്രൊമോഷനൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നു, കുക്കറിന്റെ പ്രൊമോഷൻ ഒരു കമ്പനിയൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. എന്നിട്ട് ഇതുപോലുള്ള കുക്കർ ഉപയോഗിക്കണം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം, ഈ വീട്ടിലെ കുക്കറിന്റെ അടിക്കണ്ടായ ബഹളം ഇതിന്റെതാണ്, കണ്ടില്ലേ കുക്കർ ഇങ്ങനത്തെ ഉപയോഗിക്കണം. അപ്പൊ ആ വീഡിയോ ഉണ്ടായത് ശരിക്കും പറഞ്ഞ ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. അത് എന്റെ അമ്മയും അമ്മേന്റെ അമ്മയും
ആ സമയത്ത് ഇവര് അതായത് എന്റെ അച്ഛന്റെ അമ്മ, ഓ ഓ എന്റെ അച്ഛന്റെ അമ്മ, ഇവര് അമ്മായിയമ്മയും മരുമോളും. ആ ഇവര് തമ്മിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാ? ഞങ്ങൾ ഇവരുടെ പ്രായമുള്ളപ്പ, ഈ കുട്ടികളുടെ പ്രായമുള്ളപ്പ ഉണ്ടായ ഒരു വിഷയമാണത്. ഓ ഒരു ചട്ടിമ പിടിച്ചിട്ട് പൊട്ടിക്കല്, ബഹളം, അവസാനം ആ ചട്ടി നിലത്തോട് പൊട്ടുന്നു, എന്റെ അച്ചാമ്മ ബോധം കെട്ട് വീഴുന്നു. അച്ചാമ്മ പറഞ്ഞു, ഒറ്റടിക്ക് അച്ചാമ്മ പറഞ്ഞു ഇവളെന്റെ തലക്ക് ചട്ടിയും കൊണ്ട് അടിച്ചിരുന്നു. അത് കേട്ട് എന്റെ അച്ഛൻ വരുന്നു, അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാവുന്നു, കുടുംബകലഹം മൊത്തം. ആ സംഭവം പണ്ട് ഇവരുടെ പ്രായം, എനിക്ക് തോന്നുന്നു ഞാനന്ന് ദുർഗയുടെ പ്രായവും എന്റെ അനിയത്തി ചിലപ്പോ ഒരു ഇവിടെ ഇന്ദ്രുണിയൊക്കെ പോലെയൊക്കെ പ്രായം ഉണ്ടാവും. ആ സമയത്തുണ്ടായ സംഭവം ഇത്. ഓ അതും ആ ചട്ടി ഒരു പൊട്ടിയിട്ട് സിമെന്റ് ഒക്കെ വെച്ച് അടച്ചൊരു ചട്ടിയാ, അച്ചാമ്മയുടെ ചട്ടിയത്. ആ ചട്ടി ഞങ്ങൾ കളിക്കാനെടുത്തിന്റെ ഒരു വിഷയമായിരുന്നു. അപ്പൊ ആ ഒരു സംഭവമാണ് ഞങ്ങള് ഇവിടെ ഈ സംഭവം കൊണ്ടുവന്നത്. ഈ ചട്ടിയും കലവും പൊട്ടിന്ന് ഇവര് രണ്ടാമ്മായും വരുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാ. പക്ഷെ ആ കണ്ടന്റ് ഈ പറഞ്ഞതുപോലെ ശരിക്കപ്പോ എന്തായിരുന്നു ചെറുപ്പത്തിലെ സിനിമയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം? അങ്ങനെയല്ല ഇങ്ങനെ bro, കാര്യങ്ങൾ എനിക്കത് എടുത്ത് ഇങ്ങനെ മാറ്റാനൊക്കെ അതൊക്കെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഒക്കെ ഏരിയ വരുന്ന ഒരു കാര്യമാണല്ലോ ശരിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ അച്ഛക്ക് സിനിമയിൽ പോകണം ആഗ്രഹം ഉണ്ടാവില്ല, നിൽക്കുന്നുണ്ട്. എനിക്ക് എന്റെ ശരിക്കും പറഞ്ഞ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. ഒട്ടും ഉണ്ടായിട്ടില്ല. ഇല്ല, അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെയുള്ള സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ, ആ, ആ. അതാണ് എന്റെ താല്പര്യം കൂടുതൽ. എനിക്കിപ്പോഴും നമ്മുടെ കണ്ടന്റിലാണെങ്കിൽ അഭിനയിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാ. അവസാന ഘട്ടത്തിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയറി അഭിനയിക്കുന്നതാ. എനിക്ക് ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് അതൊരു സംഭവം ഉണ്ടാക്കി എടുക്കുക. അതിപ്പോ ഡയറക്ഷൻ ആണോന്ന് വെച്ചാൽ അതറിയില്ല. ഡയറക്ഷൻ ആണോ അതല്ല ഇനിയിപ്പോ വീഡിയോ എടുക്കാനുള്ള താല്പര്യമാണോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ താല്പര്യം. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അതാണ് എനിക്കിഷ്ടം. അപ്പൊ അത് പണ്ടേ ഇഷ്ടമായി. ഇപ്പൊ ഈ ചാനലിന് വേണ്ടി മാത്രമല്ല, പണ്ടേ നമ്മൾ ഈ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പണ്ട് ഈ ഫോട്ടോ ഒക്കെ ചെയ്യുന്ന എന്താണ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇല്ലേ, ഈ പണ്ട് വിൻഡോസിലൊക്കെ മൂവി മേക്കർ, ആ ഒരു സമയത്തെ നമ്മൾ അതിങ്ങനെ വീഡിയോ ചെയ്യും, വെറുതെ ഫോട്ടോസ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ പാട്ട് കയറ്റി. അപ്പൊ അത് പണ്ടേ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പൊ ആ വീഡിയോ ഉണ്ടായി കഴിയുമ്പോ അതിന്റെ ഔട്ട് നമുക്ക് കാണാൻ ഇഷ്ടം. അപ്പൊ അത് അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യല്. അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ, അങ്ങനെ ആലോചിച്ചെടുക്കുന്ന ഒരു കണ്ടന്റുകളാണ്. പിന്നെ ഒരു സിനിമ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഷൂട്ട് ആണെങ്കിൽ പോലും ഈ ക്യാമറ അല്ലെങ്കിൽ ലൈറ്റ് സെറ്റിംഗ് അതിനെപ്പറ്റി അറിയാൻ ഭയങ്കര താല്പര്യം. അതിപ്പോ നിങ്ങൾ എത്ര സമയം ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ അവിടെ നിൽക്കും. ഇപ്പൊ സിനിമ ഷൂട്ടിന് പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് തോന്നുന്നു ഇന്ദ്രു അഭിനയിക്കുന്നത് കാണാനും പിന്നെ അവിടുത്തെ അവര് സെറ്റ് ചെയ്യുന്ന ലൈറ്റ് അത് കാണാനുള്ളത്. അത് എന്താന്ന് അറിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം അത്. അത് ഭയങ്കര താല്പര്യം. ഇന്ദ്രുവിന്റെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഓപ്പ എപ്പോഴും ഡയറക്ടർ ബാക്കിലായിരിക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്നോട് പറയും, ഡയറക്ടർ ഷോട്ട് ഓരോന്ന് എടുക്കുന്ന സമയത്ത് എന്നോട് പറയും ആ ഷോട്ട് നല്ലതാണ്. ഞങ്ങള് സ്വകാര്യമായിട്ട് കുറച്ച് മാറി ആ ഷോട്ട് നല്ലതാണ്, അത് ഓക്കെ പറയും, നോക്കിക്കോ. അപ്പൊ കൃത്യമായിട്ട് ഡയറക്ടർ അത് ഓക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് ആയിട്ട് കൂടിക്കോ, 2 വർഷം കഴിഞ്ഞ് നമുക്കൊരു സിനിമ എടുക്കാം എന്നറിയും. പക്ഷെ എന്നോട് പറയും ആഗ്രഹമുണ്ട്, അതെല്ലാം ഡയറക്ഷൻ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ പറയല്ലോ ഞാൻ ഡയറക്ഷൻ പഠിക്കാനും ഇതിനെല്ലാം പോയ പിന്നെ യൂട്യൂബ് കാര്യങ്ങളെല്ലാം പോകും. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം. പിന്നെ അതിലെനിക്ക് വലിയ വിശ്വാസമില്ല. താറ്റി പറഞ്ഞതല്ല, പുള്ളിക്കാരത്തെ എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, വളരെ സപ്പോർട്ടീവാ. പുള്ളിക്കാരത്തെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യവും നടക്കുന്നത്. എനിക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും, എല്ലാവരും. അതായത് അച്ഛനമ്മ, കുട്ടികള്, പെങ്ങള്, അളിയൻ, എല്ലാവരും കൊടുക്കാറുണ്ടോ പൈസ? അവർക്ക് ചോറ്, കറി എല്ലാം ഉണ്ട്. ഉഗ്രം പെർഫോമേഴ്സ് അവരൊക്കെ. ഞാന് വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് അതില് നിഗി സ്വന്തം വീട്ടിലേക്ക് വരിക കൊറേ കാലത്ത്, കല്യാണം കഴിച്ചു കൊടുത്തിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരും, പിന്നെ അവിടെ നിൽക്കാൻ പറ്റാ തിരിച്ചു പോകും, അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആണത്. അച്ഛനും അമ്മയും അതെ അതെ, മക്കളുടെ വില അറിയുമെന്ന് പറയുന്ന ഒരു വീഡിയോ. അവരൊക്കെ നന്നായിട്ട് നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതില് അച്ഛൻ മറ്റേ വാതിലിന്റെ സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നൊക്കെ പക്ക വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന. ഈ ദിലീഷ് പോത്തന്റെ ഒക്കെ സിനിമയിലാണല്ലോ നമ്മൾ അങ്ങനെ കാണുന്നത്. ഇവരെ കൊണ്ട് വളരെ അങ്ങനെയല്ല അഭിനയിക്കണം തോന്നുന്നില്ല, കുറച്ചുകൂടി അവർ ബിഹേവ് ചെയ്യാന്ന്. അങ്ങനെ ഇവർക്കത് അറിയില്ല എന്നുള്ളതാ സത്യം. ഞാനൊരു ക്യാമറ വെച്ച് കഴിയുമ്പോഴേ അതിനെപ്പറ്റി ഇവർക്കൊരു ബോധം ഉണ്ടാവണ്ടേ. ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ടാണ് ഇവ ചെയ്യുന്നതെന്നുള്ള സംഭവം അവർക്കില്ല. അതായത് ഇവരോട് നമ്മൾ എന്താ പറയുന്ന, അവര് നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ഇവളുടെ അമ്മനോടൊക്കെ ഒന്ന് വഴക്കുറയണ സാധനം കൊടുത്താൽ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടം. അത് ഓരോരുത്തർക്കും ഓരോ സാധനം ഉണ്ട്, അതെനിക്കറിയാം. നമ്മുടെ വീട്ടിലെ ക്യാരക്ടേഴ്സിന്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എനിക്കറിയാം. അത് നമ്മുടെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്ക് കുറച്ചൊരു വളരെ ഇങ്ങനെ ഈ സാധുവായിട്ടും അതൊക്കെ പറ്റും. പിന്നെ അതല്ലാതെ കുറച്ച്
പോരി എന്ന സംഭവത്തിന് നമുക്ക് പറ്റും എന്തെങ്കിലും ഞെട്ടിക്കാനൊക്കെ. അതുപോലെ ഇവളുടെ അമ്മക്ക് പറ്റുന്ന ഒരു സംഭവം വെച്ചാൽ മെയിൻ പുള്ളിക്കാരത്തി പറഞ്ഞ ഒന്ന് വഴക്ക് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ മോളെയൊക്കെ ചീത്ത പറയലൊക്കെ ഇല്ലേ, നീ അവിടെ ഇരുന്ന് ഭർത്താവിനെ ചീത്ത പറയാനൊക്കെ അതൊക്കെ ഇവളുടെ അമ്മക്ക് അത് ശരിക്കും സംഭവിക്കും. അതൊക്കെ കൊടുത്താ പുള്ളിക്കാരത്തി കസറും. അപ്പൊ അങ്ങനെയുള്ള ഓരോരുത്തർക്ക് പറ്റിയ റോൾ വെച്ചിട്ട് ഞാൻ കൊടുക്കുക. നിക്ക് ഇമോഷൻ നല്ല വർക്കാവും. ഇവളുടെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ശരിക്കും ഇവളുടെ അത് അഭിനയിക്കാൻ മാത്രമല്ല, അല്ലാതെ ആൾ ഇമോഷനാ. ആ സാധനം ഇവക്ക് പെട്ടെന്ന് നമുക്ക് യാതൊരു ഇതും ഇല്ലാതെ പുള്ളിക്കാരത്തി കരഞ്ഞു. ഗ്ലിസർ ഒന്നും വേണ്ട. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് കരയാൻ പറഞ്ഞാൽ വെറുതെ ഒട്ടും പറ്റില്ലെങ്കിൽ ഞാൻ ഒന്ന് നോക്കി പഠിപ്പിച്ചാൽ മതി. അപ്പൊ തന്നെ കണ്ണിന്നൊക്കെ വെള്ളം ഒഴിച്ച് സംഭവം സെറ്റ് ആയിക്കോളും. അപ്പൊ അതുകൊണ്ട് ഇമോഷൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വർക്കാവും. അത് ആ ടൈപ്പാണ് അവള്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്ന് കൊടുത്ത് കരയിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തില് പുള്ളിക്കാരത്തിക്ക് അത് ഓക്കെയാ. അപ്പൊ ഓരോരുത്തർക്ക് പറ്റിയ സാധനങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ എന്റെ പെങ്ങളുണ്ട്, പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം നല്ല പോരും കോമഡി ഒക്കെ നല്ലോണം വർക്കാവും. അതല്ല, എനിക്ക് മറ്റേ വേലക്കാരിയായി വരുമ്പോ ചീത്ത പറയുന്ന നീ ഇവിടെ പോയി കിടക്കായിരുന്നു കോളേജ് അഡ്മിഷൻ, പുള്ളിക്കാരത്തിക്ക് അതൊക്കെ വർക്കാവും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സംഭവം ഉണ്ടല്ലോ. ആ സാധനങ്ങൾ ഞാനിങ്ങനെ എന്റെ വീട്ടിലൊക്കെ ആൾക്കാരുടെ ആക്ടേഴ്സിന്റെ ഒക്കെ സ്ട്രോങ് പോയിന്റ് അറിയാലോ എവിടെയാണ്. എന്റെ അച്ഛനെ എല്ലാം വല്ല നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന അച്ഛന്മാരെല്ലായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റും ആ സംഭവങ്ങളാ. ഈ പ്രൊഡക്റ്റിന്റെ കുറെ കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമല്ലോ, കാരണം നിങ്ങളുടെ റീച്ച് ഞാൻ പറഞ്ഞ പോലെ വളരെ വലുതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഷോർട്സിലൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ വെറുതെ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലോഗോ പ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വളരെ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ പല പ്രൊഡക്ട്സും ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഗെയിമിങ്ങിന്റെയോ അല്ലെങ്കിൽ ഈ ജ്യോതിഷം റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്പുകളിലേക്ക് പ്രൊഡക്റ്റിന്റെ അതിനെപ്പറ്റി നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട, നിങ്ങളുടെ വീഡിയോയുടെ സൈഡിൽ പ്ലേസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ. എന്താ ചൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ, എന്താ നിങ്ങൾ മാനദണ്ഡാക്കി വെച്ചിട്ടുള്ളത്? ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമുകളൊക്കെ എല്ലാരും ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഈ രാജ ഗെയിം അങ്ങനെ കുറെ അപ്പൊ ഗാംബ്ലിംഗ് തന്നെ ഉണ്ടായിരുന്നു ശരിക്കും. പൈസ വെച്ചിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ നല്ല ട്രെൻഡിങ് ആയ സമയത്ത് ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ, ഞാൻ സത്യം പറയാം, ഒരു ദിവസം 1,00,000 രൂപ ഓഫർ ചെയ്തിട്ട്, ഒരു ദിവസം ഒരു വീഡിയോക്ക് 1,00,000 രൂപ ഓഫർ ചെയ്ത്, ഞാൻ വെറുതെ പറഞ്ഞില്ല, ഒരു വീഡിയോക്ക് 1,00,000 രൂപ ഓഫർ ചെയ്തിട്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞിരുന്നു. പ്ലസ് കമ്മീഷനും കിട്ടും. അതായത് 30 ദിവസം വീഡിയോ ചെയ്ത് 30,00,000 രൂപ അവർക്ക് എത്ര വീഡിയോ ആണെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ കുറെ പൈസ ഉണ്ടാക്കുന്ന പോലുള്ള വീഡിയോ മതി. അതായത് ഇപ്പൊ നമ്മള് ATM ന്ന് പൈസ എടുത്തിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മള് ഒരു എന്തെങ്കിലും കാർ വാങ്ങുന്നത് പോലെ കാണിച്ച് പൈസ, അപ്പൊ ഇതിൽ നിന്ന് പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ലിങ്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. 1,00,000 രൂപ ഒരു വീഡിയോക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ചെയ്തിരുന്ന ആൾക്കാർ സമീപിച്ചത് എൻ്റെ അടുത്ത് ഇപ്പോഴും കിടപ്പുണ്ട് ആ മെയിൽ വേണമെങ്കിൽ. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല. ഈ സമയം വരെ, ഇന്ന് വരെ അങ്ങനെയുള്ളൊരു ഗെയിമിങ്ങിന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെ വീഡിയോ, അതുപോലെ തന്നെ നമ്മൾ ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിരുന്നു, പക്ഷെ അതും ചെയ്തിട്ടില്ല. ഞങ്ങൾ അതില് വിശ്വാസമില്ല, ഞങ്ങൾ അങ്ങനെ ജ്യോതിഷന്മാരെടുത്ത് അതുകൊണ്ടല്ല. നമ്മൾ എന്താ സംഭവിച്ചാല് നമ്മളെ വിശ്വാസമാണോ അതോ ആളുകളുള്ള വിശ്വാസമാണ്? ഞാൻ പറയാം, അത് രണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇപ്പോഴും സ്വന്തം കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ചാനലിൽ. ഇപ്പോഴും ഡിജിറ്റൽ യുഗമാണ്, എല്ലാവർക്കും അറിയാമെങ്കിലും ഞങ്ങളെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇന്നിപ്പോ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇട്ട ഡ്രസ്സ് ഏതാ എനിക്ക് വാങ്ങാനാണെന്നോട്ട് ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്രയും വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുന്നുണ്ട് നമ്മളെ. അപ്പൊ അങ്ങനെ കാണുന്ന ഞങ്ങള് അവരോട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുമ്പോ അത് അവർ ചെയ്തെന്ന് കൂട്ടുക. അവർ ചിലപ്പോ ഒരാളത് ചെയ്ത് അതിൽ നിന്ന് അവർക്കൊരു നഷ്ടം വന്നാൽ അത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്ന പോലെയല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു പണം നമുക്ക് കിട്ടിയിട്ട് അത് വേണ്ടാന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. ഞാനും വൈഫും ആ കാര്യത്തില് പ്രത്യേകം ഞങ്ങളത് ചെയ്യാറില്ല. ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ഇവളിപ്പോ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ്, ഫേസസ് കാനഡ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇതാക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ പറയാറില്ല. പിന്നെ ഞങ്ങള് ഒരുപാട് ഈ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഈ ഹോമിയോ ഗുളികകൾ, അങ്ങനത്തതൊക്കെ നമ്മൾ കഴിക്കുന്നില്ല, കൃഷിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വളങ്ങള്, കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. ആ ഒരു പൈസ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഒരിക്കൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരാൾക്ക് വേണ്ടിയിട്ട്. അത് ഇതല്ല, അതും ഒരു
ഒരു ഉമ്മ ഒരു മോനും വേണ്ടിയിട്ട് ഞങ്ങളൊരു ഹെൽപ്പായിട്ട് അവരൊരു ഒരു ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. അവർ മറ്റേ ഈ പുതപ്പിന്റെ ഒപ്പം വീട് അവർ ജപ്തി ഒരു ഇതിൽ നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് എന്താ പറയാ, അവരൊരു ആ ഒരു വല്ലാത്തൊരു അവസ്ഥയല്ല അവര് മൊത്തം അങ്ങനത്തെ സാമ്പത്തികമായിട്ട് അവര് ശരിക്കും പറഞ്ഞ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ വീടിന്റെ മുറ്റത്ത് കയറി വന്നതാ ഒരു ഉമ്മയും മോനും കൂടി. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് എന്റെ അമ്മയും അച്ഛനും എല്ലാം പറഞ്ഞു മോനെ ഒരു വീഡിയോ അവർക്ക് ചെയ്തു കൊടുക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ ആ വീഡിയോ നമുക്കത് തലക്കടിക്കുകയും ചെയ്തു. കാരണം അത് പിന്നീട് അത് എന്താണെന്ന് അറിയില്ല, അതിന്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടന്നില്ല. എന്നിട്ട് അവരത് അതിനെപ്പറ്റി ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, അവരെ പിന്നെ കോണ്ടാക്ട് ചെയ്ത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഓരോ വീഡിയോസ് ഉണ്ടാക്കുമ്പോഴേ ഇത് ഇന്ന സെറ്റ് ഓഫ് ആളുകളാണ് കാണുക, എൻ്റെ പ്രേക്ഷകർ എപ്പോഴും കുടുംബമാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന തമാശകൾക്കായാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭത്തിനൊക്കെ ആയാലും ആ കുടുംബത്തിന്റെ ഫ്ലേവർ വിട്ട് പോകരുത്, അതിലും ഭയങ്കര നിർബന്ധ ബുദ്ധി ഉണ്ടോ? അത് നമ്മള് അങ്ങനെയല്ല, നമ്മൾ ഫാമിലി ആണ്. ഞങ്ങളുടെ എപ്പോഴും ഒരു എന്താ പറയാ സാധാരണക്കാര് തൊട്ട് അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനെ ഉദ്ദേശിച്ചത് ഇതായിട്ടല്ല, അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ഒരു എല്ലാ വിഭാഗത്തിലെ ആളുകളും കാണുന്നവരാണ്. ഫാമിലി ഓഡിയൻസ് ആണ് നമുക്ക് കൂടുതലും. ഇന്ന് ഞാൻ എനിക്ക് പറയും, ഇപ്പൊ അന്ന് നമ്മളെവിടെ പോയി കഴിഞ്ഞാലല്ലേ എനിക്ക് നമ്മുടെ ആ ചേച്ചിമാരൊക്കെ അതൊന്ന് പറയും. ഒരു കുറച്ച് ചേച്ചിമാര് അങ്ങനെയുള്ളവരായിരിക്കും ചിലപ്പോ. ഇപ്പൊ എവിടെയെങ്കിലും എല്ലാം കുറെ ആൾക്കാർ ചേച്ചിമാര് അവരെല്ലാം ഉണ്ടെങ്കിൽ അവരായിരിക്കും ചിലപ്പോ നമ്മളെ വീഡിയോ നിക്ക് ഈ വീഡിയോ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയല്ല ഞാൻ പറയാം, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു, ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ ഒരു യൂട്യൂബേഴ്സ് മീറ്റപ്പ് നോട്ടിക്കോ. അപ്പൊ ആ യൂട്യൂബേഴ്സ് മീറ്റപ്പില് അവിടെ ഇപ്പൊ കുറെ ചേച്ചിമാര് നമ്മുടെ ഈ കാറ്ററിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടാവും നോട്ടിക്കോ. അപ്പൊ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാര് അങ്ങനെ ഒരു കൂട്ട ആൾക്കാരുണ്ട് യൂണിഫോമിലൊക്കെ. അപ്പൊ യൂട്യൂബേഴ്സ് മീറ്റപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഇല്ലേ, മറ്റുള്ള ചാനലുകൾ ഓൺലൈൻ മീഡിയാസ്, അവരൊക്കെ ചിലപ്പോ ഞങ്ങളെ തിരിച്ചറിയണമെന്നില്ല ചിലപ്പോ. പക്ഷെ ഞങ്ങള് ചെല്ലുമ്പോ ഈ ഓൺലൈൻ മീഡിയാസോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോ നമ്മുടെ പിന്നാലെ വരാറോ ഇല്ല. ഞങ്ങളത് ആലോചിച്ചിട്ട് വിഷമിക്കാറുമില്ല. ഞങ്ങള് അങ്ങനത്തെ വിഷമം ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഞങ്ങള് ചിലപ്പോ അവിടെ ഇരിക്കുന്ന സമയത്തില്ലേ കൊറേ ചേച്ചിമാരൊക്കെ ചേച്ചി അവിടെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ വന്നതായിരിക്കും. അവര് പോയി അപ്പുറത്ത് അവരോട് എടീ നിഖിയും സജീഷും ആ ഓപ്പേന്ന് വിളിക്കുന്നില്ലേ അവരാന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കൂടി വരും. അവര് വന്നിട്ട് നിഖിനെ പിന്നാട് കൊണ്ടുപോയിട്ട് അവർക്ക് അത്രത്തോളം ഫ്രീഡാ. നിഖിനെല്ലാം കാണുമ്പോ അവര് വന്ന് കെട്ടിപ്പിടിക്കും. അവർക്ക് അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ചിലപ്പോ അവരില്ലേ മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാവും, അവരൊന്നും ഞാൻ ഇതായിട്ട് പറയുന്നല്ല, അവരുടെ അടുത്തേക്ക് ചിലപ്പോ ചെല്ലാൻ മടിച്ചു നിൽക്കും. പക്ഷെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടുവരും ഇങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ. അപ്പൊ അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ചിലപ്പോ ഓൺലൈൻ മീഡിയാസോ കാര്യങ്ങളോ അങ്ങനെയുള്ള പബ്ലിസിറ്റി ചിലപ്പോ ഞങ്ങൾക്ക് ഇല്ലായിരിക്കാം. പക്ഷെ നമ്മുടെ വ്ളോഗ് ഫോർ ഫാമിലിന്റെ കുറെ ചേച്ചിമാരും കുറെ ചേട്ടന്മാരും അവര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വിടൂല. പിന്നെ ഷോർട്സ് കാണുന്ന കുറെ കുട്ടികളുണ്ട്. കുട്ടികൾ ഇങ്ങനെ അമ്മമാരെല്ലാം ഇങ്ങനെ പോകുമ്പോ അവര് കുട്ടികളായിരിക്കും ചിലപ്പോ ആദ്യം നമ്മളെ കാണുക, ഉമ്മ അതാ ആ വീഡിയോ ചെയ്യുന്ന ഷോർട്സിൽ കാണുന്ന അവര് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ചിലപ്പോ ഉമ്മമാര് അല്ലെങ്കിൽ അമ്മമാര് വന്നിട്ട് നിങ്ങളാന്ന് മോനാ കാണിച്ചു തന്നേന്നെല്ലാം പറഞ്ഞിട്ട് വന്ന് പറയല്. ഓക്കെ, ഞാൻ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇവരൊക്കെ ആരാണ് എന്ന് പറയണം. സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്, ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുന്ന ആൾ ലാലേട്ടനല്ലേ? അതല്ല നിങ്ങളുടെ കൂട്ടത്തിൽ. സോറി, ഞാനും വിചാരിച്ചു ഇവരൊക്കെ ആരാണെന്ന് പറഞ്ഞപ്പോഴേ. നമ്മുടെ കൂട്ടത്തില് സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റുകൾ ഇല്ല. സിംഗിൾ ടേക്ക് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല നമ്മളിൽ. ഒരുപാട് തവണ എടുത്താ കിട്ടുന്നത്. പിന്നെയും എനിക്ക് പറയാനായിട്ട് പെട്ടെന്ന് പറയാനാണെങ്കിൽ ഇന്ദിരായിരിക്കും പിന്നെയും പറയാം. ഏറ്റവും അധികം അരി പെറുക്കുന്ന ആള് അരിവർക്കുന്ന ആള് കൂടുതലായിട്ട് അമ്മയും വിന്തമ്മയാണ്. എന്റെ അമ്മയും വിന്തമ്മയും അവരരി പിറക്കിക്കൊണ്ടേയിരിക്കും. പഞ്ചായത്തിലെ അരി മുഴുവൻ പിറക്കിയെടുക്കും. ഡയലോഗ് ഇവര് ഏത് ഡയലോഗ് പറഞ്ഞാലും കുറച്ച് സമയം കഴിയും കിട്ടാൻ വേണ്ടിട്ട്. ഇപ്പൊ വിന്തമ്മക്കെല്ലാം ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണെങ്കിൽ മറ്റേ ഇവിടുന്ന് അമ്മേനെ കൊണ്ട് ഡയലോഗ് അമ്മ പറയുമ്പോ ഇപ്പുറം നിന്ന് അച്ഛൻ പറയല്ലോ നീട്ടി നീ അതൊന്ന് ശരിയാക്ക്, നീ അതൊന്ന് അവരങ്ങനെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് എന്റെ അമ്മേനെ കൊണ്ട് ഏൽപ്പിക്കുമ്പോ അച്ഛൻ വിന്തേ അതൊന്ന് ശരിയാക്കി പറ വിന്തേ എന്തോരം നേരായി ഇത് പറയുന്നു എന്ന് പറഞ്ഞ അച്ഛൻ ദേഷ്യം കയറി പോവും. അങ്ങനെയല്ലേ ഉണ്ടാവാറ്. മൊബൈലിൽ ഒരു ഷോട്ട് എടുത്താലേ വീഡിയോ എടുത്താലും ക്യാമറയിലാണെങ്കിൽ ഇങ്ങനെ ബോക്സ് 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 ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ചേട്ടാ അച്ഛ അമ്മേറ്റം പറഞ്ഞിട്ടില്ല അന്ന്
നേരത്തെ ആരും പറഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെ അടുത്ത ലാസ്റ്റ് വണ്ടി എടുക്കാലേന്ന് എന്തുകൊണ്ടാന്നറിയാ അച്ഛ പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞ അച്ഛക്ക് മസ്റ്റാ നമ്മളെക്കാട്ടി ഇഷ്ടം അച്ഛക്ക് വണ്ടീനാ. അത് ഇപ്പോഴാണ് ഓർത്തത്. നേരത്തെ പുള്ളിക്ക് നേരത്തെ ഓർത്തിരിക്കാണ് പറയാൻ വേണ്ടി. പിന്നെ ഇല്ലേ സിനിമയത്തെ എന്തെങ്കിലും ആയാലില്ലേ വീഡിയോ മസ്റ്റാണ്. വീഡിയോ ഇല്ലാണ്ട് ഒന്നും ചെയ്യില്ല. സിനിമയിൽ പോയാലും വീഡിയോ നമ്മുടെ ചാനലിൽ വേണമല്ല, അപ്പൊ അതും മസ്റ്റ് ആണെന്ന് പറയാ. വീഡിയോ വന്നില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. ഞാൻ അത് ഇവക്കറിയാം. എനിക്ക് എന്റെ സമാധാനത്തിന് വേണ്ടി ഇവള് കൂടെ നിൽക്കും. ഇവക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്നത് വലിയ സിനിമ ഒന്നും പുറത്തു വിടാനും പറ്റില്ല. അപ്പൊ ഇത് എടുത്ത് കയ്യെ വെച്ച് നിക്കണ്ട, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? സിനിമയുടെ ഭാഗങ്ങള് എടുത്തിട്ടുണ്ട്, അതല്ലാതെ നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് എടുക്കും ഉള്ളിന്ന്. കാര്യങ്ങളൊക്കെ ഷോർട്സ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് പ്രശ്നം അതെനിക്ക്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ടിക്കറ്റാക്കിയും അതുപോലെ സലിമാ അല്ലാതെ ഉള്ള ഒരു സിനിമ ഉണ്ടല്ലോ, വലിയ സിനിമ. ആ സിനിമയുടെ കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര വ്യൂ ആയിരിക്കും ഡെഫിനറ്റ്ലി. അത് ഇപ്പൊ കയ്യിലെടുത്ത് വെക്കുമ്പോ ഒരു ഭയങ്കര ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യില്ലേ? ഇല്ല, അതോപ്പ ഇതില് ഹാർഡ് ഡിസ്കിലേക്ക് അപ്പോൾ തന്നെ മാറ്റി അങ്ങ് വെക്കും. കാണണ്ടല്ലോ ഇത്, കണ്ടാലല്ലേ. ഫോണിൽ ഷൂട്ട് കഴിഞ്ഞ പിന്നെ അപ്പൊ തന്നെ ഞാൻ വേഗം മാറ്റി ഹാർഡ് ഡ്രൈവിലേക്ക് മാറ്റും. കാരണം എനിക്കിത് കാണുമ്പോ പറഞ്ഞ പോലെ ഇങ്ങനെ ത്വര വരും. ഒന്നും ഇടണം എന്നുള്ള അറിയാതെ എങ്ങനെ ആയിക്കഴിഞ്ഞ് തീർന്നില്ലേ. അപ്പൊ അതുകൊണ്ട് വേറെ സാധനം മാറ്റി വെക്കും. അപ്പൊ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അതാ ചെയ്യാ, വേറെ വഴിയില്ലല്ലോ നമുക്ക്. എങ്ങനെയുണ്ടായിരുന്നു ടിക്കറ്റ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ആസിക്ക് എന്ത് പറഞ്ഞു? ആസിഫല്ലേ? ആസിഫ് അങ്ങനെ പറയാനില്ല. നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോ കമ്പനിയായി. പിന്നെ എപ്പോഴും ഇന്ദ്രുവിനെ ആസിഫ് എടുക്കും എടുക്കും, തോളത്തേറ്റും, ഇടക്കിടക്ക് തലകുതം മറിയിപ്പിക്കും. പിന്നെ ആസിഫാന്നും പറഞ്ഞ് ഇവിടെ കണ്ണൂര് വന്നു ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ. അപ്പൊ ഇന്ദ്രു ഇവിടെ നമ്മൾ വെറുതെ അങ്ങനെ കാണാൻ വേണ്ടി അപ്പൊ ഇന്ദ്രു ആസിഫ് ഖാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു വീഡിയോ, അത് ഭയങ്കര റീച്ച് ആയിരുന്നു. ഓ എന്ന് പറഞ്ഞ ആസിഫ് വിളി കേൾക്കുന്നത്. അങ്ങനെ ചെറുപ്പക്കാരാണോ? പുള്ളി ആസിഫയുടെ കുട്ടിക്കാലം ചെയ്യുന്നു. എന്താ പറഞ്ഞത് ഇന്ദ്രുവിന്റെ പെർഫോമൻസിന് വേണ്ടി? എന്തെങ്കിലും സംസാരിച്ചോ അദ്ദേഹം? അത് പുള്ളി ഞങ്ങള് കണ്ണ് നിറഞ്ഞൊരു നിമിഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇന്ദ്രുവിന്റെ ഒരു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് ആസിഫ്ക്കായിട്ട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആസിഫ് അവിടെ നിന്ന് കണ്ടിട്ട് ഇന്ദ്രുവിനെ ഇങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു. ആ ഡയലോഗ് ഇപ്പൊ പറയാൻ പറ്റില്ല, സംഭവം അതിനകത്ത് ഒരു സസ്പെൻസ് ബന്ധമുണ്ട്. ആ പുള്ളി വിളിച്ചിട്ട് നീയാണല്ലേ അത് എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞങ്ങളെയും കൂടി അടുത്ത് വിളിച്ചു. ഞങ്ങൾക്ക് അല്ലാണ്ട് അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ അടുത്ത് വിളിച്ച് പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് തന്നെ പറഞ്ഞു. ആ ഒരു ഷോട്ടായിരുന്നു ഫസ്റ്റ് എടുത്തതും. ആ ഷോട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ആസിഫ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊന്നും ഇവരോട് നല്ല കാര്യമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് പോവാൻ നേരത്തെ ആസിഫ് പറഞ്ഞു, നീ പോയിട്ട് വലിയ നടനായിട്ട് വാടാ പറഞ്ഞു. അതന്നെ കേട്ടാ മതിയല്ലോ. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത, ഞങ്ങള് സ്വപ്നം കാണാത്ത, നീ പോയി വലുതായി നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്നുള്ള ഒരു ബോധമുണ്ട്. ഞങ്ങൾക്ക് സിനിമാ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ അവിടെ എത്തി നിൽക്കുന്നതിൽ ഒരു സന്തോഷം. അതൊക്കെയാണ് എന്തായാലും ഇപ്പൊ എല്ലാവരോടും പറയാനുള്ളത്. അതാണ് ഈ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ നന്ദി. കാരണം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ശരിക്കും ഇപ്പൊ ഒരാൾക്ക് യൂട്യൂബ് തുടങ്ങണം, അതിലൂടെ അയാൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്രൗഡിനെ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് എന്താ ശരിക്കും വേണ്ടത്? എക്യുപ്മെന്റ് ആണോ അതോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു ശ്രമമാണോ? ഞാൻ അതാ പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ ഒരു നല്ലൊരു മേഖലയല്ലേ. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേർക്ക് ഒരു തൊഴിലവസരങ്ങൾ പോലെ തന്നെയായി ഇത്. കാരണം ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനിയും ചെയ്യാൻ മടിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മുന്നോട്ട് വരിക. അത് ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങളൊക്കെ തുടങ്ങിയത് വെറുതെ ഒരു ലോക്കൽ മൊബൈൽ ക്യാമറ ഒക്കെ വാങ്ങി മുമ്പേ വെച്ചിരുന്നെങ്കിലും അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. പിന്നീട് കാലഘട്ടം മാറിയപ്പോ അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മൊബൈൽ, ഒരു സദാ മൊബൈലിനകത്ത് എടുത്താണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോഴും മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ ഉണ്ടെങ്കിൽ പോലും ഐഫോണിൽ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഒരു ഐഫോൺ വേണം പോലും ഇല്ല. എല്ലാവർക്കും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുക എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ സിനിമ ഷൂട്ടിന് പോണതാണെങ്കിൽ പോലും ഞാൻ വീഡിയോസ് ചെയ്യും. അപ്പൊ ആ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു മേഖലയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി പറ്റും.
അപ്പൊ ഇനി ആ 50 ലക്ഷം എന്നുള്ളത് ഒരു 100 ലക്ഷം ആവട്ടെ, 1 കോടിയിലേക്ക് എത്തട്ടെ. അത് ഇപ്പൊ KL10 ബിജു ബ്രോ ഒക്കെ ഉള്ള നമ്മുടെ സുഹൃത്ത്, അതെ വളരെ അതെ അടുത്ത അതെ. അപ്പൊ സുഹൃത്താണ്. അദ്ദേഹമൊക്കെ ഏഷ്യയിലെ ഏറ്റവും വലിയ അതെ അതെ യൂട്യൂബേഴ്സിൽ അതെ ഒരാളാണ്. അതെ അതെ. ആ രീതിയിലൊക്കെ നിങ്ങളുടെ കുടുംബം വളരട്ടെ. ഏട്ടാ ഒരു കാര്യം പറയട്ടെ, ആ. എല്ലാരെയും സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഇത്രയും നിലയിൽ ഇങ്ങനെ എത്തിയേ. യെസ്. Yes. ഓക്കെ 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 ഓക്കെ.